ബിഗ് ബോസ് സീസൺ 8 വർഷാനയ്ക്ക് ഒരു പണി കിട്ടിയായിരുന്നു. വേറൊന്നുമല്ല, വർഷാന രഞ്ജിനി ഹരിദാസിൻ്റെ ടീമാണല്ലോ. അപ്പോൾ രഞ്ജിനി ഹരിദാസ് വർഷയുടെ അടുത്ത് ചോദിച്ച് ബിഗ് ബോസിൽ ഏത് കണ്ടസ്റ്റൻറ്റിനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ച്. അപ്പോൾ രഞ്ജിനി അങ്ങനെ ചോദിക്കുമ്പോൾ വർഷാന പെട്ടെന്ന് പറയുന്നത് രഞ്ജിനി ഹരിദാസിനെയാണെന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ രഞ്ജിനി ഹരിദാസിന് വളരെയധികം സന്തോഷമായി. രഞ്ജിനി ഹരിദാസ് ചിരിച്ചുകൊണ്ട് ആ ബയോഡേറ്റ, വർഷാനയുടെ ബയോഡേറ്റ മേടിച്ചിട്ട് നോക്കി, എന്നിട്ട് നമ്മുടെ അഖിൽമാരാർക്കും റിയാസിനും കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഈ ഇഷ്ടമാണെന്ന് പറഞ്ഞത് വെറും ഒരു കള്ളത്തരാണെന്നുള്ളത് രഞ്ജിനി ഹരിദാസിനും അതുപോലെ അവിടെ ഇരിക്കുന്ന റിയാസിനും അഖിൽമാരാർക്കും ഒക്കെ മനസ്സിലായി. വേറൊന്നും കൊണ്ടല്ല, ആ ബയോഡേറ്റയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പേളിമാണി എന്ന്. പേളിമാണിയാണ് കൂടുതൽ ഇഷ്ടമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും വർഷാന ഇങ്ങനെ രഞ്ജിനി ഹരിദാസിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് വെറുതെ കള്ളം പറയേണ്ട ആവശ്യമില്ല. രഞ്ജിനി ഹരിദാസിന് വർഷാനന് നമ്മുടെ പേളിമാണിയെ ഇഷ്ടമല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ്. കാരണം അവർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുള്ളതാണ്. ബിഗ് ബോസിൽ രഞ്ജിനി ഹരിദാസിന് ചെറിയൊരു ശത്രുതയുള്ള ഒരാൾ കൂടിയാണ് പേളിമാണി എന്ന് പറയുന്നത്. അപ്പോൾ പേളിമാണിയാണ് ഇഷ്ടമാണെന്ന് കള്ളം പറഞ്ഞത് അത് പിടിക്കപ്പെടുകയും ചെയ്ത്. ഒരു കള്ളം പറയുമ്പോൾ നമ്മളത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് പറയാതിരിക്കുകയാണ് നല്ലത്. ഇങ്ങനൊരു എഴുതി വെച്ചിട്ടത് മാറ്റി പറയുക എന്ന് പറയുമ്പോൾ അത് എടുത്തു ചാടി പറയുന്നത് പോലെ ആയിപ്പോയി. എടുത്തു ചാടി പെട്ടെന്ന് ഒരു ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞ്. ഇപ്പോൾ ഇഷ്ടം 2-4 പേരോടൊക്കെ നമുക്ക് തോന്നാം, അതിൽ കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാളെ ആണെങ്കിൽ മാത്രം പറയേണ്ട ആവശ്യമുള്ളല്ലോ. ഇത് ഇഷ്ടമല്ലാത്ത ഒരാളോട് ഇഷ്ടമാണെന്ന് കയറി പറയുന്നത്, അതും വേറൊരാളെയാണ് ഇഷ്ടമെങ്കിൽ നമ്മളത് പറഞ്ഞാൽ മതി. ഇപ്പോൾ രഞ്ജിനി ഹരിദാസിനെ അല്ല ഇഷ്ടം, പേളിമാണിയാണെങ്കിൽ പേളിമാണിയാണെന്ന് നമ്മളത് പറയാനുള്ള ഒരു ധൈര്യം കൂടെ കാണിക്കണം. ഇത് ടീമിൽ ഒരു മെമ്പർ ആയതുകൊണ്ട്, ടീമിൽ ഒരുമിച്ചുള്ള ഒരാളായതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് രഞ്ജിനി ഹരിദാസിനെ ഒരു സൂചിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഉള്ളതുപോലെ പറയാമല്ലോ. ഇപ്പം വർഷാന ഒന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു ഒരു എടുത്തുചാട്ടം പോലെ കയറി പറഞ്ഞതാണ് ഈ ഒരു കാര്യം. വർഷാന പറഞ്ഞത് തെറ്റല്ലെങ്കിൽ കൂടി ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാം, ആരെ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാം, അത് കുഴപ്പമില്ല. എന്നാലും എഴുതി കൊടുത്തിരിക്കുന്നത് പേളിമണി ആകുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ തന്നെ വർഷാനൊക്കെ സംസാരിക്കുമായിരുന്നു, അങ്ങനെ പറയാമായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ രഞ്ജിനി ഹരിദാസിന് ആദ്യമേ ഭയങ്കര സന്തോഷമായതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇത് വായിച്ച് നോക്കിയപ്പോൾ രഞ്ജിനി ഹരിദാസിന് മനസ്സിലായി ഇത് കള്ളം പറഞ്ഞതാണെന്ന്. ഇപ്പോൾ ബിഗ് ബോസിലൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും, അത് എന്താണെങ്കിലും അത് പിടിക്കപ്പെടും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു നുണ പറയാൻ വേണ്ടി. ബിഗ് ബോസ് പോലൊരു വേദിയിലൊക്കെ വന്നിട്ട് ഇതുപോലൊരു കള്ളം പറയേണ്ട ആവശ്യമില്ലായിരുന്നു സത്യത്തിൽ. അത് രഞ്ജിനി ഹരിദാസിന് ഏറ്റവും കൂടുതലൊരു വെറുപ്പുള്ള ഒരാളായിരുന്നു പേളിമാണി. അങ്ങനെ ആളുടെ കാര്യം ഇങ്ങനെ കള്ളത്തരം പറഞ്ഞത് അത് ഒരു വെറുതെ ഒരു രസത്തിന് ഒരു തമാശക്കാണെങ്കിൽ കൂടെ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് തമാശയല്ല, ഒരു രസമല്ല. ഇത് ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവരൊരു ടീമായതുകൊണ്ട് മാത്രമാണ് വർഷാന ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ വർഷാന പറഞ്ഞത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രഞ്ജിനി ഹരിദാസിനോട് വർഷാന ഇങ്ങനൊരു കള്ളത്തരം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, ടാറ്റ.